ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മലയാളം പറയാം, ഒരുപാട് ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലാസ്. അതായത് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം എന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്കും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഒരാളെ കാണാൻ, നമ്മൾ പുറത്ത് പോകുന്നത് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത്. നമ്മൾ ചോദിക്കുകയാണ്, വേർ ആർ യു സ്റ്റാൻഡിങ് ഹിയർ? നമ്മളൊരു സുഹൃത്തിനെ കണ്ടിട്ട് നമ്മൾ ചോദിക്കണം, വേർ ആർ യു സ്റ്റാൻഡിങ് ഹിയർ? നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദ ബസ്. ഞാൻ ബസ് കാത്തു നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ടൈം ഇവിടെ അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, നിനക്ക് ബസ് കിട്ടിയില്ലേ? അല്ലേ, നിനക്ക് ബസ് കിട്ടിയില്ലേ? ഡിഡിൻ യു ഗെറ്റ് ദ ബസ്? ഡിഡിൻ യു ഗെറ്റ് ദ ബസ്? നിനക്ക് ബസ് കിട്ടിയില്ലേ? ബസ് ഇപ്പോൾ വരും എന്ന് പറയണമെങ്കിൽ ബസ് ഇപ്പോൾ വരും. ദ ബസ് വിൽ ബി ഹിയർ സൂൺ. ദ ബസ് വിൽ ബി ഹിയർ സൂൺ. ബസ് ഇപ്പോൾ വരും എന്നുള്ളത് ബസ് പെട്ടെന്ന് വരും എന്നുള്ളതാണ്. ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് എന്നുള്ളത്. അപ്പം ദ ബസ് വിൽ ബി ഹിയർ സൂൺ. ഓക്കെ, ഞാൻ കുറേ സമയമായി ബസ് കാത്തു നിൽക്കുന്നു. അല്ലെ, ഞാൻ കുറേ സമയമായി ബസ് കാത്തു നിൽക്കുന്നു. ഇതെങ്ങനെ പറയാ? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ ഗെറ്റ് സം ടൈം എന്ന് പറയാം. ഗെറ്റ് സം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫോർ എ വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം മീനിങ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഏതാണോ കംഫർട്ട് അത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദ ബസ് ഫോർ ഗെറ്റ് സം ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ ഫോർ എ വൈൽ എന്ന് പറയാം കേട്ടോ. ഞാൻ കുറേ സമയമായി ബസ് കാത്തു നിൽക്കുന്നു. ഇപ്പോഴും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ എന്ന് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്കും ബസ് കിട്ടിയില്ല അല്ലേ? എന്നിട്ട് നിങ്ങൾക്കും ബസ് കിട്ടിയില്ല അല്ലേ? ഒരു കോൺവെർസേഷൻ രൂപത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. സോ എന്നിട്ട് നിങ്ങൾക്കും ബസ് കിട്ടിയില്ല അല്ലേ? ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്നിട്ടും എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഇവിടെ സോ എന്ന് യൂസ് ചെയ്യാം. സോ യു ഡിഡിൻ ഗെറ്റ് ദ ബസ് എയ്തർ. സോ യു ഡിഡിൻ ഗെറ്റ് ദ ബസ് എയ്തർ. എയ്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ ആ ക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ അവസാനം ഒരു എയ്തർ എന്ന് യൂസ് ചെയ്യുക. അപ്പോൾ സോ യു ഡിഡിൻ ഗെറ്റ് ദ ബസ് എയ്തർ. ഡിഡ് യു? അല്ലേ, ക്വസ്റ്റ്യൻ ടാഗ് വേണല്ലോ. ഡിഡ് യു? എന്നിട്ടും നിങ്ങൾക്ക് ബസ് കിട്ടിയില്ല അല്ലേ? ഓക്കെ, അതെ എനിക്കും ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞേ. അതെ എനിക്കും ബസ് കിട്ടിയില്ല. ഇവിടെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? അതെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എസ് ആണ്. എസ് ഐ ഡിഡിൻ ഗെറ്റ് ദ ബസ് എയ്തർ. ഐ ഡിഡിൻ ഗെറ്റ് ദ ബസ്, അതായത് എസ് ഐ ഡിഡിൻ ഗെറ്റ് ദ ബസ് എയ്തർ. അതെ എനിക്കും ബസ് കിട്ടിയില്ല. കുറച്ച് മുമ്പ് എന്റെ ബസ് പോയി. കുറച്ച് മുമ്പ് എന്റെ ബസ് പോയി. മൈ ബസ് ലെഫ്റ്റ് എ ലിറ്റിൽ വൈലേക്കോ. മൈ ബസ് ലെഫ്റ്റ് എ ലിറ്റിൽ വൈലേക്കോ. കുറച്ച് മുമ്പ് എന്റെ ബസ് പോയി. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ബസ് ഉണ്ടോ? അല്ലേ, നമ്മൾ ചോദിക്കാറുണ്ട്, ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ബസ് ഉണ്ടോ? ഈസ് ദർ എ ബസ് നൗ? ഈസ് ദർ എ ബസ് നൗ? ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ബസ് ഉണ്ടോ? അറിയില്ല, കുറച്ച് സമയം കാത്തു നിൽക്കാം. അറിയില്ല, കുറച്ച് സമയം കാത്തു നിൽക്കാം. ഐ ഡോണ്ട് നോ, ലെറ്റ്സ് വെയിറ്റ് ഫോർ എ വൈൽ. ഐ ഡോണ്ട് നോ, ലെറ്റ്സ് വെയിറ്റ് ഫോർ എ വൈൽ. അറിയില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? അല്ലേ, നമുക്ക് അറിയാത്തൊരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. സോ നമുക്കിവിടെ ഡു യൂസ് ചെയ്ത് ചോദിക്കാം. നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? വേർ ഡു യു നീഡ് ടു ഗോ? വേർ ഡു യു നീഡ് ടു ഗോ? നിങ്ങൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ഞാൻ കോഴിക്കോട് ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഞാൻ കോഴിക്കോട് ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഐ എം ഗോയിങ് ടു എ ഹോസ്പിറ്റൽ ഇൻ കോഴിക്കോട്. ഐ എം ഗോയിങ് ടു എ ഹോസ്പിറ്റൽ ഇൻ കോഴിക്കോട്. ഞാൻ കോഴിക്കോട് ആശുപത്രിയിലേക്ക് പോവുകയാണ്. എന്നാൽ എന്റെ കൂടെ പോരൂ. അല്ലെ, എന്നാൽ എന്റെ കൂടെ പോരൂ. ഞാനും കോഴിക്കോട്ടേക്കായിരിക്കും അല്ലെ. അപ്പോ എന്നാൽ എന്റെ കൂടെ പോരൂ. ദെൻ കം വിത്ത് മീ. ദെൻ കം വിത്ത് മീ. എന്നാൽ എന്റെ കൂടെ പോരൂ. നിങ്ങൾ കോഴിക്കോട്ടേക്കാണോ? നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ കോഴിക്കോട്ടേക്കാണോ? ആർ യു ഗോയിങ് ടു കോഴിക്കോട്? ആർ യു ഗോയിങ് ടു കോഴിക്കോട്? നിങ്ങൾ കോഴിക്കോട്ടേക്കാണോ? ഇതൊക്കെ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ മാറ്റി 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 നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ തിരിച്ചിട്ട് വേറെ പല സെന്റൻസുകളാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതാണ് അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊരു പ്രാക്ടീസ് കൂടി ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, എന്റെ ബാഗ് ബസ് സ്റ്റോപ്പിൽ വെച്ച് മറന്നു. എന്റെ ബാഗ് ബസ് സ്റ്റോപ്പിൽ വെച്ച് മറന്നു. എങ്ങനെ പറയാ? ഐ ഫോർഗോട്ട് മൈ ബാഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഐ ഫോർഗോട്ട് മൈ ബാഗ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. അത് നിന്റെ ബാഗ് ആയിരുന്നോ? അല്ലേ,
അപ്പൊ അടുത്തുള്ള ആൾ കണ്ടിട്ടുണ്ടാകും അത് നിന്റെ ബാഗ് ആയിരുന്നോ. വാസ് ദാറ്റ് യുവർ ബാഗ്? വാസ് ദാറ്റ് യുവർ ബാഗ്? അത് നിന്റെ ബാഗ് ആയിരുന്നോ? ആ ചുവപ്പ് ബാഗ് എന്റേതായിരുന്നു. ആ ചുവപ്പ് ബാഗ് എന്റേതായിരുന്നു. ദാറ്റ് റെഡ് ബാഗ് വാസ് മൈൻ. ദാറ്റ് റെഡ് ബാഗ് വാസ് മൈൻ. അല്ലെ, മൈൻ എന്റേത്. അപ്പം ദാറ്റ് റെഡ് ബാഗ് വാസ് മൈൻ. ഓക്കെ, ഞാൻ ആ ബാഗ് കണ്ടിരുന്നു. ഞാൻ ആ ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. ഐ ഹാഡ് സീൻ ദാറ്റ് ബാഗ്. ഐ ഹാഡ് സീൻ ദാറ്റ് ബാഗ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഐ സോ ദാറ്റ് ബാഗ് എന്ന് പറയാട്ടോ. കുറച്ച് ടൈം കഴിഞ്ഞതാണല്ലോ. അപ്പം ഐ സോ സിമ്പിൾ പാസ്റ്റിൽ നമുക്ക് പറയാം ഐ സോ ദാറ്റ് ബാഗ്, അല്ലെങ്കിൽ ഐ ഹാഡ് സീൻ ദാറ്റ് ബാഗ് എന്ന് പറയാം. ഓക്കെ, നിനക്ക് എന്നോട് പറയാമായിരുന്നു. നിനക്ക് എന്നോട് പറയാമായിരുന്നു. യു കുഡ് ഹാവ് ടോൾഡ് മീ. യു കുഡ് ഹാവ് ടോൾഡ് മീ. കുഡ് ഹാവ്, ഷുഡ് ഹാവ്, വുഡ് ഹാവ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുഡ് ഹാവും ഷുഡ് ഹാവും വുഡ് ഹാവ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നിനക്ക് എന്നോട് പറയാമായിരുന്നു. ക്വസ്റ്റ്യൻ രൂപത്തിലാണ് നമ്മൾ പറയുന്നത്. നിനക്ക് എന്നോട് പറയാമായിരുന്നു. യു കുഡ് ഹാവ് ടോൾഡ് മീ. സാരമില്ല, നമ്മൾ ബസ്സിൽ കയറിയില്ലേ. സാരമില്ല, നമ്മൾ ബസ്സിൽ കയറിയില്ലേ. ഇറ്റ്സ് ഓക്കെ, വി ഗോട്ട് ഓൺ ദ ബസ്. സാരമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ഓക്കെ, വി ഗോട്ട് ഓൺ ദ ബസ്. നമ്മൾ ബസ്സിൽ കയറിയില്ലേ. തിരിച്ചു പോകുമ്പോൾ നമുക്ക് എടുക്കാം. തിരിച്ചു പോകുമ്പോൾ നമുക്ക് എടുക്കാം. തിരിച്ചു പോകുമ്പോൾ നമുക്കത് എടുക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ക്യാൻ പിക്ക് ഇറ്റ് അപ്പ് വെൻ വി ഗോ ബാക്ക്. വി ക്യാൻ പിക്ക് ഇറ്റ് അപ്പ് വെൻ വി ഗോ ബാക്ക്. തിരിച്ചു പോകുമ്പോൾ നമുക്കത് എടുക്കാം. അപ്പൊ ചോദിക്കുകയാണ്, തിരിച്ചു പോകുമ്പോൾ അതവിടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കേണ്ടത് വിൽ ഇറ്റ് സ്റ്റിൽ ബി ദർ വെൻ വി ഗോ ബാക്ക്. അതങ്ങനെ ആരും കാണില്ല. അതങ്ങനെ ആരും കാണില്ല എന്നെങ്ങനെ പറയുമെന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും സെന്റൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എല്ലാ വീഡിയോസുകളും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം. മുമ്പത്തെ ഒരുപാട് വീഡിയോസ് കണ്ടവർക്ക് ഇതുപോലെയുള്ള സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഡെയിലി ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുക്കുക. ഡെയിലി ക്ലാസ് ലോങ് വീഡിയോ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഈ ഷോർട്സ് വീഡിയോ എങ്കിലും എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വർക്കുകൾ യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരുപാട് വർക്കുകൾ ഞാൻ വിടാറുണ്ട്. ഇതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. മാത്രമല്ല നമുക്കൊരു പുതിയ ചാനൽ ഉണ്ട്. അതിൽ വല്ലപ്പോഴേ വീഡിയോ ചെയ്യാറുള്ളൂ. വെർബിന്റെ ക്ലാസ് ആണ്. ഇപ്പോൾ കുറേ ആയിട്ട് അത് ചെയ്യാറില്ല. അപ്പം വെർബ് മാത്രം പഠിക്കാൻ താല്പര്യമുള്ളവർ ആ ഒരു ചാനലിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വെർബുകൾ പഠിക്കുക. ഏത് വെർബുകളാണ് നിങ്ങൾക്ക് പ്രയാസം, ഏത് വെർബിന്റെ ഫോംസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതും കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഈ ഒരു വീഡിയോന്റെ താഴെ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് വെക്കാട്ടോ. ആവശ്യമുള്ളവരൊക്കെ പോയി കാണാം. ഓക്കെ, ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വെർബ് മസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വെർബ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.